അങ്ങനെ വലിയൊരു ക്ലാഷിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. വരുന്നത് വമ്പൻ ക്ലാഷ് ആണെന്നറിയുമ്പോൾ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഒരു അതിശയം തന്നെയാണ്. രജനികാന്ത് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വേട്ടയ്യന്റെ റിലീസ് തീയതി പുറത്തുവിട്ടു കഴിഞ്ഞു. നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് തീയതി പുറത്തുവിട്ടിരിക്കുന്നത്. വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രം ഒക്ടോബർ 10 തിയേറ്ററുകളിൽ എത്തും. അന്നേ ദിവസം തന്നെയാണ് സൂര്യയുടെ കങ്കുവ റിലീസ് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ രണ്ട് ചിത്രങ്ങളും ക്ലാഷിനെത്തുമ്പോൾ അവിടെയുമുണ്ട് മറ്റൊരു വമ്പൻ ക്ലാഷ്. മോഹൻലാലിന്റെ ബറോസും ഇതേ ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത്. ഒക്ടോബർ 3 ബറോസിന്റെ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ ഡേറ്റ് നോക്കുമ്പോൾ ആദ്യം ബറോസ് എത്തും. അതിനുശേഷം ഏറ്റവും വലിയ 2 ചിത്രങ്ങളാണ് ഏറ്റുമുട്ടാൻ എത്തുന്നത്, അതും ഒരേ ദിവസം. 33 വർഷങ്ങൾക്ക് ശേഷം രജനികാന്തും ബച്ചനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വേട്ടയ്യൻ. അതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ USP. ചിത്രത്തിൽ രജനികാന്ത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. അമിതാഭ് ബച്ചൻ എത്തുന്നത് ചീഫ് പോലീസ് ഓഫീസറായാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം. അനിരുദ്ധാണ് സംഗീത സംവിധാനം. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമെന്ന് കരുതപ്പെടുന്ന വേട്ടയനിൽ ഋതിക സിംഗ്, തുഷാര വിജയൻ, റാണ ദഗുപതി, മഞ്ജു വാര്യർ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് TJ ജ്ഞാനവേലാണ്. ജ്ഞാനവേൽ തന്നെയാണ് വേട്ടയന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ജയിലർ എന്ന ചിത്രമാണ് രജനികാന്തിന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം 600 കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാലും ശിവരാജ് കുമാറും ജയിലറിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ഇതിനുശേഷം അതേ ഹൈപ്പിൽ എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് വേട്ടയാൻ എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് ഈ ചിത്രത്തിന്മേൽ. കൂടാതെ ഒരു ഫെസ്റ്റിവൽ ദിവസം ഇറങ്ങുന്ന ചിത്രം. അതുപോലെ തന്നെയാണ് സൂര്യ നായകനാകുന്ന കങ്കുവ എന്ന ചിത്രവും. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് കങ്കുവയും എത്തുന്നത്. അതും ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രം കൂടിയാണ്. ഇതിനൊപ്പം എത്തുന്നത് മോഹൻലാലിന്റെ ബറോസും. ബറോസ് മലയാളത്തിൽ നിന്ന് എത്തുന്നു എങ്കിലും ലോകമൊട്ടാകെ റിലീസാകുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ്, അതും 3D. ഈ 3 ചിത്രങ്ങളും ക്ലാഷ് വെക്കുമ്പോഴാണ് പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മുമ്പ് മോഹൻലാലിന്റേതായി ഒരു ക്രിസ്മസ് റിലീസിൽ ഇറങ്ങിയ ചിത്രത്തിന് ക്ലാഷ് വെച്ച് എത്തിയത് അന്യഭാഷയിൽ നിന്നും ചിലരാണ്. അന്ന് മോഹൻലാലിന്റേതായി ഇറങ്ങിയത് നേരി എന്ന ചിത്രമായിരുന്നു. നേരിനൊപ്പം വന്നത് സലാറും ഡങ്കിയുമാണ്. ഫാൻസുകാരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്ലാഷ് തന്നെയായിരുന്നു. അതേപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്ലാഷ് ആണ് ഇത്തവണയും സംഭവിക്കുന്നത് എന്നും ആരാധകർ നോക്കിക്കാണുകയാണ്. ബറോസും വേട്ടയനും കങ്കുവയും. അതുപോലെ തന്നെയാണ് മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകൾക്കും ചില ക്ലാഷുകൾ സംഭവിക്കുന്നു എന്നത്. അന്യഭാഷയിൽ നിന്ന് തന്നെയാണ് ക്ലാഷുകൾ വരാൻ പോകുന്നത്. L360 എന്ന ചിത്രത്തിന്റെയും റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അണിയറ പ്രവർത്തകർ. ആ സമയത്ത് മോഹൻലാലിന്റെ ഈ ചിത്രത്തിനൊപ്പം ക്ലാഷ് വയ്ക്കാൻ പോകുന്നത് പുഷ്പ 2ഉം സിത്താര സമീൻ പർ എന്നീ ചിത്രങ്ങളുമായിരിക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. അങ്ങനെ നേരത്തെ പോലത്തെ ചില ഗംഭീര ക്ലാഷുകൾ വീണ്ടും ആവർത്തിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ആരിതിൽ വിജയം കാണും, ആരാണ് ടോപ്പിലെത്തുക എന്നതൊക്കെയാണ് ആരാധകരെ സംബന്ധിച്ചും സിനിമാ പ്രേമികളെ സംബന്ധിച്ചും വലിയ എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യങ്ങൾ. എന്തായാലും പ്രേക്ഷകർ ഇതിനെ വലിയ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. വലിയ ക്ലാഷ് വരികയാണെങ്കിൽ അത് ഏത് ചിത്രത്തിന് വലിയ അടിയായി മാറും എന്നതൊക്കെയാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകൾ ചർച്ച ചെയ്യുന്നതും.